നമുക്കറിയാം യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. മനുഷ്യനായിട്ട്. എന്തിനാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഇവിടെ വന്നത്? ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം ജീവിക്കാൻ. ഈ ആറ്റിറ്റ്യൂഡ്, ഈ മനോഭാവം, ഈ കാഴ്ചപ്പാട്, ഈ ചിന്താഗതി, ഈ ജീവിതമായിരിക്കണം ഒരു സാധാരണ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടതെന്ന് വെളിപ്പെടുത്താനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മളെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? പ്രസംഗം കേൾക്കുക, വാക്യം എഴുതിയെടുക്കുക, പിന്നെ ഏതെങ്കിലും ജോലി ചെയ്യുക, ജീവിക്കുക, മരിക്കാറാകുമ്പോൾ നീട്ടിക്കിട്ടുവോ ആയുസ്സെന്ന് നോക്കുക, ഇതിനാണോ വന്നത്? അല്ല. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് യേശു സൂചിപ്പിച്ചോ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്തത് എന്തൊക്കെയാണ്? നമ്മളെ ശത്രുവാം എന്നെ പുത്രനാക്കി തീർക്കുവാൻ ഇത്രമേൽ സ്നേഹം വേണോ? അങ്ങനെ പാട്ടുണ്ട്. ശത്രുവാം എന്നെ പുത്രനാക്കി തീർക്കുവാൻ ഇത്രമേൽ സ്നേഹം വേണം. എന്താണ് യേശു ചെയ്തത്? യേശു തന്റെ ശരീരം മുറിച്ച് നമുക്ക് നൽകി. യേശു തന്റെ ശരീരം മുറിച്ച് നമുക്ക് നൽകി. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ കുമളിയിൽ അച്ഛനായിരിക്കുന്ന കാലത്ത്, കുമളി വാളാടിപ്പള്ളിയിൽ അച്ഛനായിരിക്കുന്ന കാലത്ത്, വാളാടിയിൽ നിന്ന് ഒരു മനുഷ്യൻ കുമളിയിൽ ഫോറൈറ്റ് എന്ന് പറയുന്ന വിഷം മേടിക്കാൻ വേണ്ടി പോയി. ഫോറൈറ്റ് എന്ന വിഷം മേടിക്കാൻ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ ഏലത്തിനടിക്കാനായിട്ടാണ്. അതൊരു ഉഗ്ര വിഷമാണ്. അദ്ദേഹം ഫോറൈറ്റ് എന്ന് പറയുന്ന വിഷം മേടിച്ച് ബാഗിനകത്ത് വെച്ചു. ആ കൂട്ടത്തിൽ വേറെ പല സാധനങ്ങളും മേടിച്ചു വെച്ചു. നല്ല പാക്കറ്റാണ്, പ്ലാസ്റ്റിക് കൂടൊക്കെ ഇട്ട് നല്ല പൊതിഞ്ഞ്, വീണ്ടും പേപ്പറിൽ പൊതിഞ്ഞ്, പത്രത്തിലൊക്കെ പൊതിഞ്ഞ്, പ്ലാസ്റ്റിക് കൂടിനകത്തൊക്കെ പൊതിഞ്ഞാണ് സത്യത്തിൽ ഈ സാധനം വെച്ചത്. എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് കടലയും മേടിച്ചു. അതും കടല കൂടിനകത്തായിരുന്നു. നല്ല നിലക്കടല വറുത്തത് കൂടിനകത്ത് മേടിച്ച് അതും ഇവിടെ വെച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഫോറൈറ്റ് പാക്കറ്റ് പിടിച്ച കൈകൊണ്ട് പുള്ളി കുറച്ച് കടല എടുത്തേച്ച് ഞെരടി തൊലിയൊക്കെ ഊതിക്കളഞ്ഞിട്ട് പുള്ളി കഴിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചത് പുള്ളിയുടെ ശരീരം വിങ്ങി വേർക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തോ അസ്വസ്ഥത വന്നു, ഛർദ്ദിക്കണം തോന്നി, തലകറക്കം വരുന്നു. പെട്ടെന്ന് ഫോറൈറ്റിന്റെ ഗുണം എന്താണെന്ന് അറിയാവുന്ന പുള്ളിക്കാരന് പെട്ടെന്ന് തോന്നി കയ്യിലിരുന്ന വിഷത്തിന്റെ അംശം എങ്ങനെയോ ശകലം അകത്ത് ചെന്നു. അതിന്റെ ലക്ഷണം നീ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ ബസ് തൊട്ടടുത്ത ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് വിട്ടു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടർമാർ പറഞ്ഞു, ഈ വ്യക്തിയുടെ ശരീരത്തിൽ വിഷത്തിന്റെ അംശം ചെന്നിട്ടുണ്ട്. ഒരു ശകലം വിഷത്തിന്റെ അംശം ശരീരത്തിൽ നാക്കെ ചെന്നപ്പോൾ തന്നെ ശരീരത്തിൽ മുഴുവനും അതിന്റെ പ്രകട ലക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ലക്ഷണം നമ്മുടെ ശരീരത്തിൽ കാണാനുണ്ട്. ഭക്ഷണം കഴിക്കാത്തവരെ സംബന്ധിച്ച് നമുക്കറിയാം. നമ്മൾ ചോദിക്കും, വീട്ടിൽ ഭക്ഷണം വെക്കുന്ന പയ്യനാണോ എന്ന് സംശയമുണ്ട്. കാരണം എന്താ? മെലിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഏതാണ്ടൊക്കെ കഴിക്കുന്നതിന്റെ ലക്ഷണവും നമ്മുടെ ദേഹത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒരു വിഷത്തിന്റെ അംശം ശരീരത്തോട് ചെന്നാൽ ഉടനെ അത് ശരീരത്തെ മുഴുവനും ബാധിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന നിങ്ങളുടെ വയറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന ശരീരത്തിലുടനീളം വ്യാപിക്കുന്നുണ്ട്. അത് ശരീരം തിരസ്കരിക്കാത്തത് കൊണ്ടാണ് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാത്തത്. ചിലർക്ക് ഈ ലക്ഷണം ഉണ്ടാകാറുണ്ട്. ഒരിക്കൽ ഒരു ഹൈന്ദവ പെൺകുട്ടി യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാനിടയായി. അവൾ മാമോദീസ മുങ്ങിയിട്ടില്ല. എങ്കിലും അവൾ സ്ഥിരമായിട്ട് ദേവാലയത്തിൽ പോകുമായിരുന്നു. അവൾ ദേവാലയത്തിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച ഇതാണ്. വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞ് മനുഷ്യർ വരുമ്പോൾ അവരിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം
യേശുവിനെ പോലെ ഇരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നാൻ തുടങ്ങി. അതുകൊണ്ടെന്താണ്, മറിയാമ്മ അമ്മച്ചി അങ്ങോട്ട് പോയപ്പം സാധാരണ സ്വഭാവത്തിൽ പോയതാണ്. തിരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് വരുമ്പോൾ നല്ല തിളക്കത്തിൽ വരുന്നു. വസ്ത്രമൊക്കെ തിളങ്ങുന്ന പോലെ ഈ പെണ്ണിന് തോന്നുക. അവൾ ഓടിച്ചെന്ന് മറിയാമ്മയെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവൾ ദേവാലയത്തിൽ ഓടി നടന്ന് ഓരോ മനുഷ്യനെയും തൊടാൻ തുടങ്ങി. ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഇതാ ഈ നിൽക്കുന്നവരെല്ലാം ഞാൻ കാണുന്നത് ഇപ്പോൾ യേശുവിനെ പോലെയാണ്. യേശുവിന്റെ സ്വഭാവവും ചൈതന്യവും ഇവരുടെ മേൽ പതിഞ്ഞിരിക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ അനുഭവം വഴി നിങ്ങളുടെ ശരീരമൊക്കെ ആരുടെ ശരീരം പോലെ ആയിരിക്കുക? ആരുടെ ശരീരം പോലെയാ? യേശു ക്രിസ്തുവിന്റെ. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ അടുത്തിരിക്കുന്ന രോഗിയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി, രോഗി സുഖപ്പെടും. ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചിരുന്ന കൈപൊക്കിക്ക് ഇത്രയും പേരെ അനുഭവിച്ചോളൂ. അപ്പോ ചിലപ്പോൾ നിങ്ങളുടെ പള്ളി ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് രോഗശാന്തി പ്രാർത്ഥന നടക്കുന്നതെന്ന് ഇങ്ങോട്ട് പോന്നാൽ മതി, ഇവിടുന്ന് വിശുദ്ധ കുർബാന തരും. വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവം അടുത്ത് നിൽക്കുന്ന രോഗിയുടെ കയ്യിലൊന്ന് പിടിക്കുക, രോഗിക്ക് സുഖം കിട്ടും. പ്രിയമുള്ളവരെ, യേശുവിന്റെ മനസ്സാണ് സുവിശേഷം. പിതാവായ ദൈവത്തിന്റെ വചനം ശ്രവിച്ചവൻ, പിതാവിന്റെ ദൈവത്തിന്റെ വചനമായവൻ ഭൂമിയിലേക്ക് വന്ന് ആ വചനം പാലിക്കുകയും ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ആ അധരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധിയിലും കൃപയിലും നിന്നുകൊണ്ട് ഇതാ രോഗം മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ രോഗത്തിന് മാറ്റം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ തൈലാഭിഷേക ശുശ്രൂഷ നടക്കുന്ന സമയത്ത് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാവും? നിങ്ങൾ പറയുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം പവർ ഉണ്ടാകാൻ തുടങ്ങും, വാക്കിന് പവർ ഉണ്ടാവും. ഇനി പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ വന്ന് ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? 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 ഒരിക്കലും വരാൻ പറ്റില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ആളുകളെ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ തന്നെ അവരിങ്ങോട്ട് പോരാൻ ഒരുങ്ങുമ്പോൾ തന്നെ പ്രശ്നമാവും. എന്തെങ്കിലും തടസ്സം, വണ്ടി തട്ടുക, മുട്ടുക, പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. ചിലർക്ക് ഇങ്ങോട്ട് വരാനേ പറ്റുകയില്ല. വളരെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ചിലർ ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ അവർ പറയും, ഈ പള്ളിക്കകത്ത് അവിടെ ഇരിക്കാൻ മേല, വചനം കേൾക്കുമ്പോൾ തലയ്ക്കകത്ത് വേദന എടുക്കുന്നു, എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയേക്കാം. ഇങ്ങനത്തെ തോന്നലുകൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയപ്പോഴാണ് മനസ്സിലായത്, പല തിന്മയുടെ ദുരാത്മാക്കളും ഈ വ്യക്തികളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് പള്ളി കയറാൻ മേല, പ്രാർത്ഥിക്കാൻ മേല, ദൈവവചനം കേൾക്കാൻ മേല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാമോദീസായിലൂടെ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോഴും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നിങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ വരാൻ പറ്റിയത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? ഈ കൂടിനകത്തുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സഹകരിച്ചാണോ പോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, രണ്ട് മനുഷ്യര് ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ വീട്ടിൽ രണ്ട് മനുഷ്യർ ഒന്നിച്ച് ജീവിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നുണ്ടാവും? അവിടെ സംഭാഷണങ്ങളുണ്ടാവും, ഇല്ലയോ? രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ വർത്താനം പറയും. ഇനി വർത്താനം പറയുന്നില്ലെന്ന് വിചാരിച്ചു രണ്ടുപേരുണ്ട്, ഒരക്ഷരം പോലും അവിടെ നിന്ന് കേൾക്കാനില്ല. എന്താ ഇതിന്റെ അർത്ഥം? ഇപ്പൊ ഭാര്യയും ഭർത്താവും ഉണ്ട്, നല്ലൊരു ബന്ധമാണത്. പക്ഷെ ഭർത്താവ് ഭാര്യയോടൊന്നും മിണ്ടുന്നുമില്ല, ഭാര്യ ഭർത്താവിനോടൊന്നും മിണ്ടുന്നില്ല. എല്ലാം കുറുപ്പേലാണ് പോകുന്നത്. കുറുപ്പേൽ ചിലരുണ്ടല്ലോ ഈ കുറുപ്പേൽ എഴുതി വിടുന്നത്, കുറുപ്പടി എഴുതി വിടുന്ന പരിപാടി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഭാര്യമാര് കുറുപ്പടി എഴുതി വെക്കും, ഭർത്താക്കന്മാര് കുറുപ്പടി എഴുതി വെക്കും. പണ്ട് ഒരച്ഛൻ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുക.
ഞാൻ അന്നേരം ഓർത്തത് ശരിയാണല്ലോ. ഒരച്ഛൻ പറഞ്ഞു, ഒരു പുള്ളിക്കാരന് ഭാര്യയായിട്ട് ഗുസ്തി പിടിച്ചു. ഭർത്താക്കന്മാർക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഭാര്യയായിട്ട് വഴക്ക് പിടിച്ചാൽ പിന്നെ മിണ്ടാനായിട്ടൊരു മടിയാ. പിന്നെ ആര് മിണ്ടണം എന്നുള്ളൊരു ചിന്തയിൽ മിണ്ടാതിരിക്കും. അപ്പോഴാണ് പിറ്റേ ദിവസം വെളുപ്പിനെ പുള്ളിക്ക് മലബാറിന് പോകേണ്ടതാണ്. വെളുപ്പിനെ 5 മണിക്ക് ട്രെയിൻ. അപ്പോഴാണ് ഭാര്യയോട് നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ്, എടി വെളുപ്പിനെ ഒന്ന് വിളിക്കണമെന്ന്. പക്ഷേ പറഞ്ഞില്ല. പുള്ളി എഴുതി വെച്ചു, എടി എനിക്ക് വെളുപ്പിനെ 5 മണിക്ക് മലബാർ എക്സ്പ്രസ്സിന് കയറി പോകേണ്ടതാണ്, നീ എന്നെ ഒന്ന് വിളിക്കണം, നമുക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് കോഴിക്കോടൻ അലുവായൊക്കെ തിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് നിന്റെ സ്വന്തം ചേട്ടൻ. പ്രിയമുള്ളവരെ, 8 മണിയായിട്ടും ആരും വിളിച്ചില്ല. ട്രെയിൻ ആ വഴിക്ക് പോയി. ഭാര്യ പ്രാഗി, ഈ മുതുപിശാച് എന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് എഴുന്നേൽക്കുമ്പം ഒരു ഗ്ലാസ് കാപ്പിയും അതിനിടയിൽ ഒരു കുറിപ്പ് ഇരിപ്പുണ്ട്. എന്താണ്? ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ, സമയം 5 ചേട്ടാ. സംഭാഷണമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളും തമ്മിൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംഭാഷണം നടത്താറുണ്ടോ? അങ്ങനെ നടത്തുമ്പോഴാണ് പ്രിയമുള്ളവര് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാനായിട്ട് ഇനി നമ്മൾ ഇരിക്കുന്നില്ലെന്ന് വിചാരിച്ചോ? പരിശുദ്ധാത്മാവോട് നമ്മളോട് സംസാരിക്കാൻ വേറെ പല മാർഗങ്ങളും ഉപയോഗിക്കും. ഉദാഹരണത്തിന്, ഈ തൈലാഭിഷേക പ്രാർത്ഥനയുള്ള ദിവസം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാനായിട്ട് നമ്മൾ തയ്യാറായില്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായതാണ്. പ്രിയമുള്ളവര്, കൈക്കും കാലിനും അവിടെ എവിടെയെല്ലാം മൊത്തം വേദനയാണ്. അസുഖമാണെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ളവരെല്ലാം കൂടെ നമ്മളെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ ഉള്ളവരോട് നമുക്ക് അസുഖം എന്ന് പറയാൻ മേല, പക്ഷെ എഴുന്നേക്കാൻ മേലാത്ത പോലെ വേദന, ശരീരത്തിന് വേദന, ഭാരം, പ്രയാസം. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവോട്, എൻ്റെ പരിശുദ്ധാത്മാവ് ഇത് പുറത്ത് പറയാൻ മേല. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വൈദ്യനച്ചോട് പറഞ്ഞു. ഉടനെ അച്ഛൻ ശരിയെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയേച്ച് നമ്മുടെ രഞ്ജിത്ത് ഡോക്ടറെ ഫോൺ ചെയ്യും. എന്നാ പറയും, ഇപ്പം ഡോക്ടർ റെഡി ആയിട്ടിരിക്കുക, പോയേക്കാൻ പറയും. അവിടെ ചെന്ന് നോക്കുമ്പം അസുഖമില്ല. വലിയ പ്രതീക്ഷയോടെയാണ് പല അസുഖം ഉണ്ടെന്ന് ഓർക്കുന്നത്. ബ്ലോക്കാന്നൊക്കെ ഓർത്ത് അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ബ്ലോക്കില്ല. തലയ്ക്കകത്ത് വേദന വരുമ്പോൾ ഓർക്കും എല്ലാം മുഴയായിരിക്കുമെന്ന് വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ മഴയില്ല. ഈ അടുത്ത കാലത്ത് തലയുടെ സ്കാനിങ് കൊടുത്തു ഞാൻ. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോയെന്നറിയാം. അപ്പോഴാണ് പറഞ്ഞത്, തലയ്ക്ക് ഒരു കുഴപ്പമില്ല. തലയ്ക്കും കുഴപ്പമില്ല, ശരീരത്തിനും കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരത്തിൽ ഉടനീളം വേദന, അസ്വസ്ഥത, ഏതാണ്ട് തല്ലിച്ചതച്ചതുപോലെയുള്ള പ്രയാസം, കട്ടിലേന്ന് എഴുന്നേക്കാൻ മേലാഴിക. അപ്പം ഞാൻ ഇങ്ങനെ മേലാതെ കട്ടിലേ കിടന്ന് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതാ അനേകം രോഗികൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ രോഗികളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ വേണ്ടി ഞാൻ കുറേ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടിയില്ല. കാരണം ഇവിടെ ഓരോരുത്തരും ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊരു ചാൻസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഞാനിപ്പം കണ്ട വഴിയാണ് എന്താണ്, നിന്റെ ശരീരത്തിൽ അതെല്ലാം പ്രകടമാക്കുക. അപ്പം എനിക്ക് മനസ്സിലായി ഏതെല്ലാം രോഗികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ രോഗികളുടെ അവസ്ഥ എന്താണ്, അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് എന്താണ്, അവരുടെ പ്രയാസം എന്താണ്. അപ്പം ഞാൻ മുറിക്കകത്ത് കയറി കുറേ നേരം കുറ്റിയിട്ട് 2 മണിക്കൂർ നേരം കട്ടിലേക്ക് കിടന്നുകൊണ്ട്, ഇരിക്കാൻ വരാഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയമുള്ളവരെ, ശരീരത്തിന് സ്വസ്ഥത കിട്ടുന്നു, അസ്വസ്ഥതകൾ മാറുന്നു, തലയുടെ ഭാരം നീങ്ങുന്നു. ഇതെല്ലാം ക്രമേണ വിട്ടുപോകുന്നു. അപ്പോഴെനിക്കും മനസ്സിലായി, അനേകം പേര് പുറത്തു വന്ന് നിൽപ്പുണ്ടെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട്
1 മണിക്കൂർ സംസാരിക്കണം. വേറെ ആരോടും സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 1 മണിക്കൂർ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ പറയണം. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് തിരിച്ച് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും. അത് കേൾക്കണം. അത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. അപ്പൊ എങ്ങനെയാ കേൾക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ്? ശാന്തമായി ഇരുന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തോന്നലുകളിലൂടെയോ മറ്റു വിധത്തിലെയോ നിങ്ങളോട് സംസാരിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഇംഗിതങ്ങളോട് നിങ്ങൾ പ്രതികരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ചില ഡ്യൂട്ടികൾ ഏൽപ്പിക്കും. ചിലപ്പോൾ പറയും പ്രാർത്ഥിക്കാനായിരിക്കും. പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നതെങ്കിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ, ഉയർന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചാൽ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങും. ആ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തിയാൽ അതിനേക്കാൾ ഉപരിയായ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങും. ഒരിക്കൽ ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇവിടെ ധ്യാനം തീരുന്ന ദിവസമാണ്. ഒരാഴ്ച നീണ്ടു നിന്നിരുന്ന ധ്യാനത്തിൽ കൂടുതൽ സമയം ക്ലാസ് ഞാൻ എടുത്തതുകൊണ്ട് കാലിനും കൈക്കും വേദന, ശരീരത്തിനും വേദന, ഇങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ കോതമംഗലത്ത് 10 മണിക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യും. രാത്രി കൈവപ്രാർത്ഥന തീർന്നത് 10 മണി, കിടന്നത് 12 മണി, 1 മണി. രാവിലെ കുർബാനയ്ക്ക് വന്നപ്പോൾ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, അച്ഛന്മാർ ആദ്യത്തെ വണ്ടിക്ക് കയറിപ്പോവും. അവർ തിരിച്ചു വരികയില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഇവിടുന്ന് ഫോൺ ചെയ്തിട്ട് പറയാം, ഞാൻ കോതമംഗലത്ത് കാണുകയില്ല, നാളെ വരത്തുള്ളൂ, നിങ്ങൾ തന്നെ പൊക്കോ. ഇതാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, കുർബാന കഴിഞ്ഞ് ഞാൻ കാപ്പി കുടിക്കാൻ ഇരുന്നപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ എടുത്തുകൊണ്ടിരുന്നത്. നാട്ടുകാരോടും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടിട്ട് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചുമ്മാ പരിശുദ്ധാത്മാവിനോട് വെറുതെ ചോദിച്ചാ, ശരീരത്തിന് മൊത്തം വേദനയാണ്, കോതമംഗലത്തിന് പോകണം അതോ ഇവിടെ ഇരിക്കണം? ഉടനെ പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ ഡ്യൂട്ടി കോതമംഗലത്തിന് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ചോദിച്ചാൽ, ഉദാഹരണം നാത്തൂന്റെ വീട്ടിൽ പോണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ചോദിച്ചാൽ പറയും, നാത്തൂൻ ചിലപ്പോൾ നിങ്ങളുടെ ദേഹത്ത് ചൂടുവെള്ളം കോരി ഒഴിച്ചായിരിക്കും. കറക്റ്റായിട്ട് പറയും, പരിശുദ്ധാത്മാവ് പറയും, ചൂടുവെള്ളം കോരി ഒഴിച്ച നാത്തൂന്റെ വീട്ടിൽ നീ കറക്റ്റായി പോണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് സംസാരിക്കണോ വേണ്ടയോ? നിങ്ങൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന രണ്ടാമത്തെ വഴി. ഒന്നാമത്തെ വഴി നിങ്ങളോട് വ്യക്തിപരമായി പ്രചോദനം നൽകും. അത് നിങ്ങൾ സ്വീകരിക്കുകയില്ല. കാരണം എന്താ? തോന്നിയതാന്ന് പറയും. അയലോക്കംകാരൻ്റെ പിച്ചാത്തി വെച്ച് കുത്തണമെന്നുള്ളത് നമുക്ക് തോന്നിയതല്ല, അത് നല്ല പ്രചോദനം. എന്നാൽ ഒരു നല്ല പ്രവൃത്തി തിരുവചനത്തിൽ നിന്ന് ചെയ്യാൻ പ്രചോദനം കിട്ടിയാൽ നമ്മൾ പറയും, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് തോന്നുന്നു, ചുമ്മാ തോന്നിയതാണ്. നിങ്ങളുടെ ഒരു കൊച്ചിനെ നോക്കി വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുക, ഇവന് വൈദികനാകാൻ വിളിയുണ്ട്, അത് ചുമ്മാ തോന്നിയതാണ്. നമുക്ക് ഇതാ ദൈവം ഒരു അനുഗ്രഹം നൽകി, ആ അനുഗ്രഹത്തിന് ഒരു ഭാഗം പാവങ്ങൾക്ക് കൊടുക്കണം, അത് ചുമ്മാ തോന്നിയതാണ്. പക്ഷേ തിന്മയായ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തോന്നും. അപ്പൊ പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയും തിരുവചനങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും. അതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. അപ്പൊ നമ്മൾ ദൈവസ്വരം കേൾക്കണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിക്കണം. ഞാൻ തന്നെ എത്ര കാലമായി സംസാരിക്കുന്നത്, വർത്താനം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അതുകൊണ്ട് നിങ്ങളൊക്കെ സംസാരിച്ച് പഠിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഈ ദേവാലയത്തിലെ ഓരോ മനുഷ്യനിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഓരോ വ്യക്തിയും അവരുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ട്. വിശുദ്ധ കുർബാനയിൽ യേശു വസിക്കുന്നുണ്ട്, ദൈവവചനമായിട്ട് വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആരിപ്പുണ്ട്? യേശുവുണ്ട്. നിങ്ങൾ ആ യേശുവിനോട് പറയണം, കർത്താവേ, എന്നെയും ഈ സമൂഹത്തെയും സുഖപ്പെടുത്തണമേ.
പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനേകം സ്ഥലങ്ങളിൽ രോഗികൾ സുഖപ്പെടുന്നു. അനേകം ധ്യാന കേന്ദ്രങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ചില അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇപ്പോൾ ചിത്രങ്ങളിലൂടെ കണ്ണുനീര് വരുന്നു, കുരിശേക്കൂടെ എണ്ണ വരുന്നു, അതുപോലെ രോഗികൾക്ക് അത്ഭുതകരമായ രോഗശാന്തി നൽകിക്കൊണ്ട് സൗഖ്യപ്പെടുത്തുന്നു. അതുപോലെ മറ്റ് പല അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മധ്യത്തിൽ നടത്തും. എന്നാൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തിന്റെ അല്ല പല കാലഘട്ടത്തിന്റെയും പ്രത്യേകത, പ്രിയമുള്ളവർ, പരിശുദ്ധാത്മാവ് ഒത്തിരി വേദനിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് വേദനിക്കുന്നത്? എപ്പോഴാണ് വേദനിക്കുന്നത്? ദൈവാത്മാവ് സന്തോഷിക്കുന്നത് മാനസാന്തരം നടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 15:7-9 താഴോട്ടുള്ള വചനങ്ങളും എല്ലാം പറയുന്നത്, ഇത് അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. അപ്പൊ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മാനസാന്തരം? നമ്മുടെ മനസ്സ് മാറുക. എങ്ങോട്ട് മാറുക? നമ്മുടെ മനസ്സ് എങ്ങോട്ട് മാറുക? സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരാള് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അത് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ലോട്ടറിയൊക്കെ അടിക്കുകയാണെങ്കിൽ, എനിക്ക് ലോട്ടറി അടിച്ചാൽ തീർച്ചയായിട്ടും പള്ളിയുടെ പണിക്ക് ഞാൻ ഇച്ചിരി പൈസ തരുമെന്ന് പറഞ്ഞു. അടിക്കാത്ത ലോട്ടറിയെക്കുറിച്ച് ഞാൻ വെറുതെ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എത്രയുടെ ലോട്ടറി എടുത്ത് വെച്ചിരിക്കുന്നു? ഉടനെ പറഞ്ഞു, ഞാനൊരു 5 കോടി രൂപയുടെ ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഈ 5 കോടി രൂപയുടെ ലോട്ടറി അടിച്ചാൽ നിങ്ങളതിൻ്റെ 50% പൈസ പാപങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുമെന്ന്. ഉടനെ പുള്ളി പറഞ്ഞു, ഞാനും കൊടുക്കുകയായിരുന്നു. അടിക്കാത്ത ലോട്ടറിയാണ്. അടിക്കാത്ത ലോട്ടറിയുടെ 50%, പുള്ളി ഒരു വിശ്വസ്തനായതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ഞാൻ കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയമുള്ളവരെ, ഈ മനസ്സ് മാറിയിട്ട് എങ്ങനെ ആകണം? സുവിശേഷത്തിൽ യേശുവിന്റെ മനസ്സ് എങ്ങനെയായിരുന്നോ ആ ആറ്റിറ്റ്യൂഡിലേക്ക് മാറണം. അതിന് പറയുന്ന പേരാണെന്ത്? മാനസാന്തരം. യേശുവിന്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 12 ശിഷ്യന്മാരും യേശുവിന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് യേശു പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് പോയപ്പോൾ 12 പേരെയും കൂടെ കൊണ്ടുപോകില്ല, ഒറ്റയ്ക്കാ പോയത്. കാര്യം എന്താണെന്നറിയോ? ഈ 12 പേരും കൂടെയുണ്ട്, പ്രാർത്ഥന നടക്കുക. കാരണം ഈ 12 പേരെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്. പലർക്കും പല ലക്ഷ്യങ്ങളാണ് യേശുവിന്റെ കൂടെ പോയത്. കാര്യം യേശുവിന്റെ കൂടെയാണ്, പക്ഷെ 12 ലക്ഷ്യം. അതിൽ യൂദാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾക്കറിയാം. യൂദാസ് ഉണ്ടായിരുന്നു. സത്യത്തിൽ യൂദാസിന്റെ മനസ്സെന്തായിരുന്നു? യേശു കൂടെയുണ്ട്, യേശുവിനെ അവൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്തിന്? അവന്റെ അനുഗ്രഹത്തിന് വേണ്ടി. പിടികിട്ടിയോ? ആ വ്യക്തിയുടെ ആഗ്രഹം പണമായിരുന്നു. നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങളാണ്. അതിനു വേണ്ടി അവൻ യേശുവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പലപ്പോഴായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ മനസ്സൊരിക്കലും യേശുവിലേക്ക് മാറിയില്ല. ഉപയോഗിച്ച് അവസാനം ഒരു ദിവസം ഇതാ യൂദാസ്, അനേകം പ്രാവശ്യം യൂദാസിന്റെ അടുക്കൽ ആളുകൾ വരാറുണ്ട്. യേശുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഉടനെ യൂദാസ് ചോദിക്കുക, എന്നാ? അപ്പോസ്തലന്മാരെയൊക്കെ ഇങ്ങനെ റെക്കമെൻഡേഷന് വേണ്ടി ആളുകൾ ചെല്ലാറുണ്ട്. യേശുവിന്റെ അടുക്കലേക്ക് നേരിട്ട് ആരും ചെല്ലാറില്ല.
അപ്പോസ്തലന്മാരെ കണ്ടിട്ട് ചോദിക്കും, നമുക്ക് യേശുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്നെ കാണാമല്ലോ. ഇങ്ങനെ യൂദാസ് യേശുവിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, പ്രിയമുള്ളവര്, ഈ കർത്താവ് ഉയർപ്പിച്ച ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ, ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരിക നടന്ന്. യേശു വരുന്ന സമയത്ത് ഇതാ മറിയാമ്മ ഒരു നാർദീൻ തൈലക്കുപ്പി, അത് വലിയ ഡെപ്പിയാണ്, ഭയങ്കര വിലയുള്ളത്, ഇത് കൊണ്ടുവന്ന് ഒന്നും നോക്കിയില്ല. ശകലമൊക്കെ തൊട്ട് തൂത്താൽ തന്നെ ഭയങ്കര മണം വരേണ്ട സാധനമാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? യേശു ക്രിസ്തുവിന്റെ തലയിലോട്ട് കൊണ്ട് കമത്തി. ഇത് ദേഹത്തെല്ലാം വീണ് നിലത്തൂടിയെല്ലാം ഒഴുകുന്ന കണ്ടപ്പോൾ പ്രിയമുള്ളവർ എല്ലാവർക്കും സന്തോഷമായി. എന്നാലും അറിയാം, ഇത്രയും വില കൂടിയ നാർദീൻ തൈലം കർത്താവിന്റെ തലയിൽ തന്നെ ഒഴിച്ചല്ലോ, ഒഴിക്കേണ്ടിടത്ത് തന്നെ ഒഴിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പൊ യൂദാസ് പറഞ്ഞു, സത്യത്തില് ഇതൊരു ചെറിയ കുപ്പിക്കകത്ത് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ കുപ്പികളിലാക്കി വിറ്റിരുന്നെങ്കിൽ എന്തുമാത്രം പൈസയ്ക്ക് വിൽക്കായിരുന്നു, പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാമായിരുന്നു. ഞാൻ ചില പള്ളികളിലൊക്കെ ഈ 2 രൂപയ്ക്ക് എണ്ണ വയ്ക്കുമ്പോൾ ഇത് ഓർക്കാറുണ്ട്. കണ്ടിട്ടില്ലേ? വാഴ്ത്തിയ എണ്ണ 2 രൂപ എന്ന് പറയുമ്പോൾ മറിയത്തിന്റെ നാർദീൻ കുപ്പിയെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, എന്തായാലും യൂദാസ് ഇത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഇതുപോലെ ഈ എണ്ണ മറച്ചു വിറ്റാ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്ന്, അവനൊരു കള്ളനായിരുന്നു, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, അവൻ അതിൽ നിന്ന് എടുത്തിരുന്നു. അവസാനം പ്രിയമുള്ളവരെ, ഒരു ദിവസം യൂദാസിനെ കാണാൻ കുറെ ആളുകൾ ഒന്നിച്ചു വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ ആവശ്യം? അത് ഞങ്ങളുടെ കൊച്ചിന് 5 ദിവസമായിട്ട് തലവേദനയാണ്. ഈജിപ്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 500 വെള്ളിക്കാശ് മുടക്കിയാൽ ഇത് ശരിയാവുമെന്നാണ്. അത്രയും പോകാനുള്ള കാശ് ഞങ്ങൾക്കില്ല. അപ്പോഴാണ് ഇവിടെ ഒരു ഗുരു ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ഗുരുവിന് ഉടനെ പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞു, ഒരു 10 വെള്ളിക്കാശ് ഇങ്ങട് അമ്മയടിച്ച് പോക്കറ്റ് കിട്ടി. എന്നിട്ട് പറഞ്ഞു, ഗുരു തല കൈവയ്ക്കുകയും വേദന മാറി. ഉടനെ അവർ പറഞ്ഞു, 500 തീരേണ്ടത് എത്രയ്ക്ക് തീർന്നു? 10 തീർന്നു. ലാഭമാണോ? ലാഭമാണ്. അവസാനം ഒരു ദിവസം പ്രിയമുള്ളവരെ, കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കാണാവോ? എന്താ ഉദ്ദേശം? ഒരു ഉദ്ദേശവും ഇല്ല, വെറുതെ ചുമ്മാ കാണാൻ. ഈ മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ചുമ്മാ ഒന്ന് കാണാൻ. പ്രിയമുള്ളവരെ, കാണാൻ നിന്നതാണ്. യൂദാസ് പറഞ്ഞൊരു 30 വെള്ളിക്കാശ് ഇങ്ങോട്ട് പോക്കറ്റിട്ട്, ഞാൻ കാണിച്ചു തരാം, തേണ്ടിരിക്കുന്നു ചൂണ്ടിക്കാട്ടി. എന്നാ താൻ കാണിച്ചതാ. ഗുരുവിനെ പോയി അമർത്തി ചുംബിച്ചു. പ്രിയമുള്ള, എന്ത് സംഭവിച്ചെന്നറിയാം? കാട്ടിൽ നിന്ന് ആളുകൾ വന്ന് ഇതാ ഗുരുവിനെ കയ്യും കാലും കെട്ടി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. ഇതാ യൂദാസും യേശുവും ഒന്നിച്ച് ജീവിച്ചു. അവസാനം ക്രിസ്തു മരിച്ചു, യൂദാസ് മാത്രം ജീവിച്ചു. അപ്പൊ യൂദാസിന്റെ ഉള്ളിൽ മുഴുവൻ കുറ്റബോധം. അവസാനം യൂദാസ് തന്നെ ചാകേണ്ടി വന്നു, സ്വയം നശിക്കേണ്ടി വന്നു. ഇതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു ജീവിതം നൽകി. എങ്ങനെ ജീവിക്കാനുള്ള ജീവിതം? പുത്രനെ പോലെ ജീവിക്കാനുള്ള ജീവിതം. ഈ ജീവിതം കൊണ്ട് പുത്രന്റെ തിരുവചനത്തിനനുസരിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുണ്ട്, തിരുവചനം കേട്ടു, പ്രാർത്ഥനയും പാട്ടും നടത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് മൊത്തത്തിൽ നിങ്ങൾ വ്യാപരിക്കുക. നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എഴുന്നേക്കും? ആരെഴുന്നേക്കും? ആരുണ്ട് കൂടെ? വിശുദ്ധ കുർബാനയിൽ, വചനത്തിൽ, പരിശുദ്ധാത്മാവിൽ ദൈവം നിങ്ങളുടെ കൂടെ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ നിങ്ങൾ തൂത്തുടിച്ചാപ്പലിൽ നിന്ന് പോകുമ്പോൾ ആരാ പോകുന്ന? സത്യത്തിൽ കൂടെ നിങ്ങളുടെ കൂടെ യേശുവും പോരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരൂടെ ഇതാ വീട്ടിൽ പോയി, രാത്രിയിൽ കിടന്നുറങ്ങി. കർത്താവ് അവിടെ താഴെ ഒരു പായും വിരിച്ച് അവിടെ കിടന്നു. കാരണം നിങ്ങളെ കാക്കണമല്ലോ രാത്രി. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റു,
യേശു എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ചോദിക്കണം. ഒന്ന് യേശു, ഒന്ന് ഞാൻ. യേശു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വായിക്കോട്ടയൊക്കെ വിട്ട് രാവിലെ ഇരുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു എവിടെ പോയെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിരാവിലെ ഉണർന്ന് അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്നാ ചെയ്തത്? അപ്പൊ യേശു എന്ത് ചെയ്തോണ്ടിരിക്കുക? അതിരാവിലെ ഉണർന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നോർത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന് വേണ്ടി മരിക്കേണ്ടി വരും. പിടികിട്ടിയോ? യേശുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മരിക്കേണ്ടി വരും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ യേശു. യുവദാസന്റെ ജീവിതത്തിലെ സംഘർഷമായിരുന്നു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ യേശു. അവൻ യേശുവിനെ എന്തിനുപകരണമാക്കി? എനിക്ക് ജീവിക്കാനുള്ള ഉപകരണമാക്കി. പിടികിട്ടിയോ? പരിശുദ്ധാത്മാവ് ഇന്ന് കരയാൻ കാരണം ക്രിസ്തീയ സമൂഹം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഉപകരണമായി ക്രിസ്തുവിനെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന് വേദനയാണ്. അതുകൊണ്ട് ക്രിസ്തു ജീവിക്കാൻ വേണ്ടി ഇതാ ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? ഇനി ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. നീ മരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? നിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കും ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്കും നീ ഒന്നാം സ്ഥാനം കൊടുക്കണം. അപ്പോഴാണ് യേശു നമ്മളിൽ വളരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ക്ഷയിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ യേശു വളരാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ആ കൊച്ചിനകത്ത് യേശുവുണ്ട്, കൊച്ചുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് യേശു സ്വഭാവത്തിൽ വളരാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ 13 വയസ്സുള്ള കൊച്ച് തൂത്തുട്ടിപ്പള്ളി വന്നു കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കൊച്ചിനെ കാണുകയില്ല. ഉടനെ കൊച്ചിനെ തപ്പി തപ്പി ദേവാലയത്തിൽ വരും. ഉടനെ കൊച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഉടനെ ചോദിച്ചു, മോനെ ധ്യാനം കഴിഞ്ഞടാ, തിരുമേനിയും പോയി, അച്ഛന്മാരും പോയി, പിന്നെ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? യേശുള്ള കൊച്ചാണെങ്കിൽ അവൻ പറയും, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ വ്യാപരിക്കേണ്ടതല്ലേ, അമ്മ എന്തിനാ എന്നെ അന്വേഷിച്ച് വന്നത്? ചോദിക്കുകയല്ലേ. ഇന്ന് ചില പിള്ളേരെ പള്ളി കൊണ്ടുവരണമെങ്കിൽ നാടൻ കോഴിയെ വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും ഇത് കിടന്ന് കാറും എന്ന് പറഞ്ഞതുപോലെയാണ് ചിലതിനെ പിടിച്ചിവിടെ കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ആ കൊച്ചിൽ ക്രിസ്തുവിനെ വളർത്താൻ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തില്ല. പിടികിട്ടിയോ? അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ യേശു ആണോ ജീവിക്കുന്നത്, നിങ്ങളാണോ ജീവിക്കുന്നത്? നിങ്ങളാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തു മരിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരാൻ മറ്റൊരു ക്രിസ്തു ഇനിയില്ല. നിങ്ങൾക്ക് ക്രിസ്തു ഇല്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയായി, കൂദാശയായി, വചനമായി വരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കാതെ ഉള്ളിൽ കൈകാല് ബന്ധിച്ചിട്ടിരിക്കുക എന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന്, കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഇതാ ഈ ചെറിയവന് കൊടുത്തപ്പോൾ എനിക്കാണ് നൽകിയത്. ഇത് യേശുവിന്റെ വചനം. ഈ വചനം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ ഇതാ ചെറിയവന് 10 രൂപ കൊടുക്കാതെ, അല്ലെങ്കിൽ നമുക്ക് 25,000 രൂപയുടെ സാരി, അല്ലെങ്കിൽ 50,000 രൂപയുടെ സാരി. അടുത്ത കാലത്ത് ഒരു കല്യാണം മാറിപ്പോയത്, പ്രിയമുള്ളവരെ, സാരി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുക്കൻ തലേദിവസം വിളിച്ചു പറഞ്ഞിരുന്നു, എടി നീ വലിയ സാരിക്കിട്ട് കയറിയൊന്നും പിടിക്കരുത്, കാരണം ഇതിനി ഉപയോഗിക്കാൻ പറ്റുകയില്ല. നീ അകാലത്തിലെങ്ങാനും നീ മരിച്ചുപോയാൽ മാത്രമേ മന്ത്രകോടി ഇനി ഒന്നുകൂടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, കാരണം വിദേശത്ത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വലിയ സാരിക്കിട്ട് കയറി പിടിക്കരുത്. കടക്കാർ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി
വലുത് ചിലപ്പോൾ എടുത്തിട്ടെന്നിരിക്കാം. ഇവർ പൊങ്ങച്ചക്കാരായിരുന്നു. പ്രിയമുള്ളവരെ, കടയിലേക്ക് ചെന്നപ്പോൾ ആളെ മൊത്തത്തിലൊന്ന് നോക്കി വെച്ച് കടക്കാരെന്ത് ചെയ്തു? 50,000-ന്റെ അതുപോലെ 25,000-ന്റെ ഒക്കെ എടുത്ത് ചാടിക്കാൻ തുടങ്ങി. പെണ്ണതേ കയറി പിടിച്ചില്ലെങ്കിലും ഇത്രയും കാശ് കൊടുത്തതല്ലേ എന്നോർത്ത് പെണ്ണിന്റെ അമ്മ കയറി ഒരു സാരിക്കെട്ട് കയറി പിടിച്ച്. എത്രയാണെന്ന് പറയാം? 50,000 രൂപയുടെ സാരി. അപ്പൊ ചെറുക്കൻ പറയുകയാണ്, 50,000 രൂപയുടെ സാരി ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഈ അമ്മായിയമ്മ കയറി പിടിച്ചപ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും വില കൂടിയ സാരിയൊന്നും ഉടുക്കാതിരിക്കുക നല്ലത്. അന്നേരം അമ്മായിയമ്മ രൂക്ഷമായിട്ട് നോക്കിയിട്ട്, കാശൊക്കെ തന്നല്ലേ എന്നുള്ള രൂക്ഷമായിട്ട് നോക്കി. അന്നേരം ചെറുക്കൻ പറഞ്ഞു, വഴിയിലെങ്ങാനും വെച്ച് വല്ലവരും ഊരി എടുത്തുകൊണ്ട് പോയാൽ എന്നായി? എനിക്ക് നാണക്കേടാകുകയാണ്. പ്രിയമുള്ളവരെ, അത് കല്യാണം മുടങ്ങാനിടയായിത്തീരും. കല്യാണം ഇതുകൊണ്ട്, ഒറ്റ കാര്യം കൊണ്ട്, ഡ്രസ്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കല്യാണം മുടങ്ങി. കണ്ടോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, യേശു ഉള്ളവരായിരുന്നെങ്കിൽ ആ ചെറുക്കൻ പറയുക, നമുക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ടൊക്കെ ചെറുതൊക്കെ എടുത്താൽ മതി, ബാക്കിയുള്ളത് പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാം എന്ന് ചിന്തിച്ച ആ ചെറുക്കൻ്റെ വാക്ക് ആര് കേൾക്കുമായിരുന്നു? ഈ ഭാര്യ കേൾക്കുമായിരുന്നു. ഭാര്യയുടെ അപ്പം കേൾക്കുമായിരുന്നു. അപ്പൊ പ്രിയമുള്ളവര്, ആ ഭാര്യ വീട്ടുകാരുടെ വീട്ടിൽ ആർക്ക് സ്ഥാനമില്ല? യേശുവിന് സ്ഥാനമില്ല. ഈ ടൈപ്പ് സാധനത്തിനെയാണ് എന്ത് ചെയ്തത്? ചില വീട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കാര്യം പോക്കടിക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. യേശുവില്ലാത്ത സാധനം. IELTS ഉണ്ട്, BSc നേഴ്സാണ്, UK-യിലാണ് ജോലി, യേശുവില്ല. നമ്മൾ ചാടിക്കേറി ഇത് വിഴുങ്ങും. അവസാനം പ്രിയമുള്ളവരെ, ചില പാമ്പ് ഇര വിഴുങ്ങിയ അവസ്ഥയിലാകും. എന്നാ പറ്റും? ഇത് പുറത്തോട്ടും തള്ളാൻ മേല, അകത്തോട്ടും തല്ല. പിന്നെ വേറെ കിടന്ന് ചുറ്റുകല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. അങ്ങനെ വേറെ ചുറ്റി വിഷമിക്കുന്ന ചില ആളുകളെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ പലപ്പോഴും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. എനിക്ക് അവരോട് ഒത്തിരി സഹതാപം തോന്നാറുണ്ട്. കാരണം എന്താണ്? ഇര വിഴുങ്ങിയ അവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, യേശു ഇല്ലാത്ത ഒരു വ്യക്തിയെ ഭൂമി ചുമക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ യേശു ഉള്ളവരായി മാറണം. നിങ്ങളുടെ മക്കളെ യേശു ഉള്ളവരാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ, യേശുവിനെ വേണോ അതോ നിനക്ക് പാപത്തെ വേണോ എന്ന് ചോദിച്ചാൽ, യേശുവിനെ മതി എന്ന് പറയുന്ന ആളെ ആയിരിക്കണം നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കണം. അപ്പൊ പ്രിയമുള്ളവരെ ഓർക്കുക, യേശുക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാകാൻ സാധിക്കൂ. പരിശുദ്ധാത്മാവിന്റെ ഉറവിടമായി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ യേശുക്രിസ്തുവിന് നമ്മളിൽ ജീവിക്കാൻ സാധിക്കൂ. യേശുവിന് നമ്മളിൽ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യാനും നമുക്ക് ചുറ്റുപാടുകളെ അഭിഷേകം ചെയ്യാനും നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രിയമുള്ളവര്, നമ്മുടെ ഹൃദയത്തിലെ യേശുവിന്റെ അവസ്ഥ ഇപ്പം എന്നാ? നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് യേശു ക്രിസ്തു ഓരോ പാപം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ജീവിക്കുമ്പോഴും യേശു ക്രിസ്തു കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി മാറുക. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു, യേശുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടു. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ നടന്നു, യേശുവിൻ്റെ കാല് ബന്ധിക്കപ്പെട്ടു. നമ്മുടെ ചിന്തയ്ക്കൊത്ത് നമ്മൾ പോയി, യേശുവിൻ്റെ ചിന്തകൾ ബന്ധിക്കപ്പെട്ടു. നമ്മുടെ മനസ്സിനൊത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ മനസ്സ് ബന്ധിക്കപ്പെട്ടു. അങ്ങനെ പ്രിയമുള്ളവരെ, പല ക്രിസ്ത്യാനികളുടെയും ഹൃദയത്തിൽ അവന്റെ ക്രിസ്തു ബന്ധിക്കപ്പെട്ടവനായി ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചു നേരം കഴിയുമ്പോൾ ശരീരത്തിൽ ഒരു മുഴ, നമ്മൾ മേലോട്ട് നോക്കും, കർത്താവെ മുഴയെടുത്ത് മാറ്റണം. ഉടനെ കർത്താവ് ഹൃദയത്തിന്റെ അകത്തിരുന്ന് പറയും, എടീ ശോശാമ്മേ, നീ 25 വർഷമായിട്ട് കയ്യും കാലും കെട്ടി എന്നെ ഇട്ടിരിക്കുകയാണ്, നിന്നെ തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കയ്യും കാലും ബന്ധിക്കപ്പെട്ട് ഞാൻ ഇരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ല. നമ്മൾ ഒച്ച വിളിക്കും, യേശുവേ വരണമേ. അപ്പോഴാണ് തൂത്തുട്ടിച്ചാപ്പൽ തൈലാഭിഷേകത്തിന് ഇരിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് കർത്താവ് നിലവിളിക്കുന്നുണ്ട്, സഹോദരി എന്നെ അഴിച്ചുവിട്, ഞാൻ നിന്നെ സുഖപ്പെടുത്താം. അപ്പോഴാണ് ഇവിടുന്ന് അനൗൺസ്മെന്റ്, അപ്പുറത്തെ ത്രേസ്യാമ്മയുടെ ഇതാ വയറ്റിലുണ്ടായിരുന്ന മുഴ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. കാര്യം എന്നാണെന്നറിയോ? ത്രേസ്യാമ്മ കർത്താവിന് വേണ്ടി
സ്വന്തം സുഖങ്ങളെയും സന്തോഷങ്ങളെയും പിടിച്ചു കെട്ടി, പാപങ്ങളേറ്റു പറഞ്ഞു, കുമ്പസാരിച്ചു. അതോടുകൂടി കർത്താവ് കൈകാലൊക്കെ അടിച്ച് എഴുന്നേറ്റു. ആദ്യം ത്രേസ്യാമ്മയെ തന്നെ കർത്താവ് അങ്ങ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തേച്ച് ഒന്ന് സ്പർശിച്ചു. അതോടുകൂടി ത്രേസ്യാമ്മയുടെ മുഴയും ദേഹത്തെ അരിശുമെല്ലാം മാറി. അത് കഴിയുമ്പോൾ ത്രേസ്യാമ്മയുടെ അടുത്തിരിക്കുന്ന ആളെ കണ്ടെന്നാണ് ത്രേസ്യാമ്മയുടെ അനിയത്തെയും എടുത്തി. എന്നാൽ അതിനെയും കൂടെ തൊട്ടേക്കാവത്ത് വിചാരിച്ചു. അതിൻ്റെയും മാറി. പിന്നെ ത്രേസ്യാമ്മ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം സുഖപ്പെടുത്തി. ഇതുകൊണ്ടാണ് യഥാർത്ഥമായി രോഗസൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അനേകം രോഗികൾ സുഖപ്പെടാറുണ്ട്. മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച വ്യക്തി മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മദ്യപാനികൾ മാനസാന്തരപ്പെടും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടി ആ മേഖലയിൽ സൗഖ്യം പ്രാപിച്ച ശേഷം ആ മേഖലയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്താൽ ലേണിംഗ് ഡിസബിലിറ്റി നീങ്ങിപ്പോകുന്നു. ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു. കുടിയന്മാരായിട്ടുള്ള ആളുകൾ നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പല കുടിയന്മാരും തന്നെ എന്ത് ചെയ്യും, ഇവിടെ വരാറുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് മണ്ടറാട്ടെ കുറേ കുടിയന്മാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി. അവരെല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്ന് ഭയങ്കര പ്രാർത്ഥന. അവരോട് പ്രാർത്ഥിക്കാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, വൈകുന്നേരം മണർകാട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു ബാറുണ്ടായിരുന്നു. മണർകാട്ട് ഒരു ബാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ ഈ ബാറ് കണ്ടു കഴിയുമ്പോൾ തൂത്തുട്ടിച്ചാപ്പലാന്ന് ഓർത്ത് ബാറിലോട്ട് ചാടിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അങ്ങനെ അവർ വൈകുന്നേരങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തുടങ്ങിയതോടുകൂടി ഈ പ്രദേശത്തുള്ള അനേകം മദ്യപാനികൾ നേരെ വന്ന് ധ്യാനം കൂടി മദ്യപാനത്തിൽ നിന്ന് പലരും മോചനം പ്രാപിച്ചു. അപ്പൊ നിങ്ങളുടെ ദേശത്ത് വിമോചനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ പാപത്തിൽ നിന്ന് മോചിതനാകണം. അതിനുശേഷം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അതോടുകൂടി അവരെല്ലാം രക്ഷ പ്രാപിക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ അത്ഭുത ശക്തി മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നത്. അപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? കർത്താവിനെ നമ്മൾ സൗഖ്യത്തിന് വേണ്ടി ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മളെ കർത്താവിനെ ഉപയോഗിക്കരുത്. എൻ്റെ നേട്ടങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നൊരു വ്യക്തിയായി മാറരുത്. എൻ്റെ പ്രാണനാഥനായി മാറണം. കർത്താവേ, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. നിനക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളൊരു ദൈവം കൂടെ വന്ന വ്യക്തി, ആ വ്യക്തികളെ ദൈവം പലപ്പോഴും പരീക്ഷിച്ചു നോക്കാറുണ്ട്. അബ്രഹാം പ്രാർത്ഥിച്ച് ദൈവം ഒരു കൊച്ചിനെ കൊടുത്തു. ഇസ്ഹാക്കിനെ കിട്ടി വിദേശത്ത് വിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്ന അബ്രഹാമിന് ദൈവം പറഞ്ഞു, നിന്റെ മോനെ എനിക്ക് വേണ്ടി ബലി കഴിക്കണം. ഉടനെ അവൻ ബലിക്ക് തയ്യാറായപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ ഇനി അബ്രഹാമല്ല, അബ്രഹാമാണ്. കണ്ടോ? യാക്കോബ് പരീക്ഷണം കഴിഞ്ഞപ്പോൾ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ ഇനി യാക്കോബല്ല, ഇസ്രായേലാണ്. ഇതുപോലെ നമ്മളെയും തമ്പുരാൻ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കുന്നറിയോ? പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ തമ്പുരാൻ നമ്മളെ പരീക്ഷിക്കും. ചിലപ്പോൾ 10 സെന്റ് സ്ഥലത്തിൻ്റെ ഒരു കേസായിരിക്കും. നിങ്ങളുടെ ചേട്ടനും അനിയനും തമ്മിൽ 10 സെന്റ് സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിരുതർക്കം നിന്നുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും കർത്താവ് പറയും, എടാ അതങ്ങ് പോട്ടെ, നീ അങ്ങ് പോട്ടെന്ന് നീ. അപ്പം നമ്മൾ പറയും അത് നടക്കുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് തോറ്റു. നിങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ച് ആ 5 ഒരിറ്റ് മണ്ണ് എനിക്കെന്തിനാ, പോട്ടെ എന്നങ്ങ് വെക്ക്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. പ്രിയമുള്ള ഒരു അനുഗ്രഹം കടന്നു വരണമെങ്കിൽ അതിനു വേണ്ടി ബലി കൊടുക്കണം. എന്ന് നമ്മളിപ്പോൾ ഈ ധ്യാന കേന്ദ്രമുണ്ട്. ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി അനേകം ദൈവമക്കൾ അവരുടെ സമയവും, എത്രയോ പേർ അവരുടെ നല്ല ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഇവിടെ ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ചിലർ ഭക്ഷണം ഉണ്ടാക്കാൻ പോകും. നമുക്കറിയാം, ആ ഒരു തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ധ്യാനം നടക്കുമ്പോൾ
രാവിലെ മുതൽ എന്തുമാത്രം പണികൾ ചെയ്താലാണ് ഒരു ധ്യാനം പൂർത്തിയാക്കി ആളുകളെ പുറത്തുവിടാൻ പറ്റുന്നത്. പലരും ഇവിടെ വന്ന് സൗജന്യമായിട്ടാണ് ഈ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ക്ലീൻ ചെയ്യുന്നു, ചിലർ മിറ്റടിക്കുന്നു, ചിലർ നമുക്കറിയാം നമ്മുടെ ഈ ദേവാലയം എപ്പോഴും ക്ലീനായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുക്കരിയില്ല, ചുവക്കെ നല്ല ക്ലീന്, ഇവിടെ എല്ലാം ക്ലീനായിട്ട്, ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കുന്നു. എന്നോട് ഈ ഗ്ലാസ് ഇട്ട കാലത്ത് തന്നെ പലരും പറയായിരുന്നു ഇതേ മുഴുവൻ എണ്ണയും പിടിച്ച് ആളുകൾ പിടിച്ചിങ്ങനെ കിടക്കും, അതുകൊണ്ട് ഗ്ലാസ് ഇട്ടാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. നിങ്ങൾ ഈ ഗ്ലാസ്സിലോട്ടൊക്കെ നോക്കി എത്ര ക്ലിയറായിട്ടാണ് കിടക്കുക. എനിക്ക് കാര്യം എന്നാണെന്നറിയോ? ഇതിവിടെ വന്ന് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ ധ്യാനത്തിന് വരുന്ന ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ് കൊടുത്തിരിക്കുക. ഇന്ന ഗ്ലാസിന്റെ മെകള് വശം ഇന്നയാൾക്ക്, താഴെ വശം ഇന്നയാൾക്ക്, നടുവശത്തെ സ്ഥലം ഒരാൾക്ക്, ഈ ഭാഗം ഒരാൾക്ക്, അങ്ങനെ മാമോദീസത്തോടെ അടിവശം ഒരാൾക്ക്, കാർപ്പറ്റ് ഒരാൾക്ക്, മദ്ബഹ ഒരാൾക്ക്, മിറ്റം ഒരാൾക്ക്, ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തിരിക്കുക. ആ വ്യക്തി ആ ഭാഗം അവരുടെ സമയം അനുസരിച്ച് ഭാര്യയും ഭർത്താവും കൂടെ വന്ന് ക്ലീനാക്കും. ചില ഭാര്യ ഭർത്താക്കന്മാർ രാവിലെ വണ്ടി ഓടിച്ചോണ്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ പ്രസംഗം കണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഇറങ്ങി വരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അംശവടി പോലെ അവരുടെ കയ്യിലുണ്ട് കുറേ വടിയൊക്കെ. എന്താണ് അത്? ചില മോപ്പും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ്, ബക്കറ്റും ഒക്കെ ആയിട്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു പോവാണ് എങ്ങോട്ടാണ്? ബാത്റൂം കഴുകാനായി. ഭാര്യയും ഭർത്താവും കൂടെ വന്ന് വെളുപ്പിനെ വന്ന് ബാത്റൂം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവർ വണ്ടി ഓടിച്ച് തിരിച്ചു പോകും. കണ്ടോ? പല വ്യക്തികളുടെ ജീവിതത്തിന്റെ ബലിയാണ് ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ ദേവാലയം എന്ന് പറയുന്നത്, ഈ പരിസരം. ഇതുപോലെ പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന ബലിയിലൂടെയാണ് സൗഖ്യ സമാധാനമുള്ളത്. ഇപ്പൊ തൈലാഭിഷേക സദസ്സോടെ നടക്കാൻ പോകും, സമയം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ രോഗികൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവമേ ഈ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു വില കൊടുക്കണം, ഒരു ബലി നടത്തണം. നിങ്ങളൊരു കുർബാന ചെല്ലുന്ന പോലെ ആയിരിക്കണം ഇവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ രോഗികൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കണം. ദൈവമേ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടരുത്. ഈ ധ്യാനത്തിന് സൗഖ്യം പ്രാപിച്ചു എന്ന് കേൾക്കാൻ അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ വരാനിടയായി തീരണമേ. അപ്പൊ കർത്താവ് നിങ്ങളോട് തന്നെ പറയും, ഇതാ ഓപ്പറേഷനുള്ള രോഗിയെ കർത്താവ് ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കുന്നു. അതോടൊപ്പം പറയുന്നു വയറ്റിലെ മുഴ അപ്രത്യക്ഷമാകുന്നു, തലവേദന നീങ്ങിപ്പോകുന്നു, അലർജി രോഗം മാറുന്നു. നിങ്ങളോട് പറയും. നിങ്ങളുടെ മനസ്സിലത് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആഴ്ചയിൽ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നോട് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ എൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ രോഗിയെ സുഖപ്പെടുത്തിയത്. അങ്ങനെയാണ് ദൈവാത്മാവുമായിട്ട് അടുത്തു വരുന്നത്.